ഇത് നൽകിയിരുന്നത് ശിക്ഷ നൽകിയിരിക്കുന്നത് ഒന്നുകിൽ രാജ്യദ്രോഹികൾക്കാണ്, ട്രൈറ്റേഴ്സ്, രാജ്യദ്രോഹികൾ, അല്ലെങ്കിൽ വലിയ കുറ്റവാളികൾ, അല്ലെങ്കിൽ അടിമകൾ, അല്ലെങ്കിൽ യുദ്ധത്തടവുകാർ, ഇവർക്കൊക്കെയാണ് ഇത് നൽകിയിരുന്നത്. ഓക്കെ, നമുക്ക് ചരിത്രത്തിൽ നിന്ന് അനേകം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കുരിശ് എന്ന് പറയുന്നത് വണങ്ങുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്, അല്ലേ? അപ്പോൾ ഇത് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് കുരിശി തറച്ച് കൊല്ലുകയാണ്, ഒരു ശിക്ഷാ രീതിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ വലിയ ഒരു മരത്തുമേൽ തന്നെ കുരിശി തറച്ചിട്ടിരുന്നു. കുരിശല്ല, മരം, വെറുതെ ഒരു മരത്തുമേൽ തന്നെ തറച്ചിടും. 2000-ഓളം പേരെയൊക്കെ ഒന്നിച്ച് കുരിശി തറച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തിരുന്നത് വലിയ മതിലുകളില്ലേ, വാൾസ്, മതിലുകളുമേ ആണിയടിച്ചിടുകയാണ്. എനിക്ക് മനസ്സിലായപ്പോൾ, അല്ലേ? അതുപോലെ തന്നെ വളരെ ക്രൂരമായൊരു ശിക്ഷാരീതിയാണ്. മാക്സിമം ഒരു മനുഷ്യനെ അപമാനിച്ചതിന് ശേഷമാണ് കുരിശി തറയ്ക്കുന്നത്, അപമാനിച്ചതിന് ശേഷം. അപ്പോൾ മിക്കവാറും കുരിശി തറയ്ക്കുന്നത് പരിപൂർണമായിട്ട് നഗ്നനാക്കിയിട്ടാണ്, നേക്കഡായിട്ടാണ്. അപ്പോൾ ഈശോയും കുരിശി തറച്ചിട്ടുണ്ടാകാൻ സാധ്യത നഗ്നനായിട്ട് തന്നെയാണ്. നമ്മൾ ആർട്ടിസ്റ്റ് ഈശോയുടെ പടം വരച്ചപ്പോൾ അവിടെ ഒരു കഷ്ണം തുണി വെച്ചെന്നുള്ളൂ, മനസ്സിലായല്ലോ. കംപ്ലീറ്റ്ലി നേക്കഡായിട്ടാണ് ഒരാളെ കുരിശി തറയ്ക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സുവിശേഷത്തിൽ അത് കാണുന്നുണ്ട്, ഈശോയെ കുറേ കളിയാക്കുന്നു, അല്ലേ, അപമാനിക്കുന്നു ഒക്കെ. അപ്പോൾ ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെ ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ ഇത് എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് റോമാക്കാർ ചെയ്തിരുന്നത്. വഴി പോകുന്നവരൊക്കെ കാണണം. എന്താണ് ലക്ഷ്യം? ഇനി ആരും റോമാക്കാർക്കെതിരെ നിലപാടെടുക്കാൻ പാടില്ല. ഈശോയെ കുരിശി തറയ്ക്കുന്നതും പറഞ്ഞിട്ടാണ്, അല്ലേ? അതാണ് കുറ്റപത്രം എഴുതി വച്ചിരിക്കുന്നത്. യഹൂദരുടെ രാജാവായ നസ്രായനായ ഈശോ എന്നുള്ളത് കുറ്റപത്രമാണ് സത്യത്തിൽ ഒരു തറച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ കാര്യത്തിലും സംഭവിച്ച കാര്യം ഇത് തന്നെയാണ്. ഈശോയെ മാക്സിമം അപമാനിച്ചിട്ടാണ് കുരിശി തറച്ചിരിക്കുന്നത്. 2-3 കാര്യങ്ങളെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ, പണ്ഡിതരുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈശോ ഇന്ന് നമ്മൾ കാണുന്ന മുഴുവൻ കുരിശും ചുമന്നുകൊണ്ട് പോയിട്ടുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ സാധ്യത കുറവാണ്. കാരണം സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് നെടുകയുള്ള ഭാഗം അവിടെ എവിടെയാണ് കുരിശ് തറച്ചു കൊല്ലുന്നത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കും. ഓക്കെ, ഈ കുറുകയുള്ള ഭാഗം, അല്ലേ, വിലങ്ങനെയുള്ള ഭാഗം പുറകിൽ ഇങ്ങനെ ഇങ്ങനെ കെട്ടി വയ്ക്കും. പുറകിൽ ഇങ്ങനെ, പുറകിൽ വെയിറ്റ് വരുന്നത് പുറകിലാണ്. അപ്പം എങ്ങനെയായിരിക്കും ആൾ വീഴുന്നത്? മുഖം അടിച്ച് വീഴും. മനസ്സിലായില്ലേ? കാരണം വെയിറ്റാണ് പുറകിൽ, വീഴുന്നത് എപ്പോഴും മുഖം കുത്തിയാണ്, മുഖം അടിച്ചാണ് വീഴുന്നത്. ഓക്കെ, ഈശോയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് അത് തന്നെയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഈ കുറുകയുള്ള ഭാഗം മാറ്റി ആളെ കൈ രണ്ടും തറയ്ക്കുന്നു, എന്നിട്ട് ഇത് വലിച്ചു കയറ്റുകയാണ്, എന്നിട്ട് കാല് തറയ്ക്കുന്നു. ഇതാണ് നോർമൽ ഒരു രീതി. ഇതാണ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം ആർക്കിയോളജി, അല്ലേ, ഭൂഗർഭ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. 4 തരം കുരിശുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. 4 തരം. ഓക്കെ, ഒന്ന് ഒരു നെടുകയുള്ള ഒരു മരം പോലെ, അല്ലെങ്കിൽ ഒരു തടി, ഒറ്റത്തടി. അപ്പം എങ്ങനെയായിരിക്കും കുരിശി തറയ്ക്കുന്നത്? അതന്നെ. ഓക്കെ, രണ്ട് കൈയും അതെ, സെബസ്ത്യാനോസിന്റെ പോലെ മനസ്സിലായി ഏതാണ്ട്. പിന്നെയുള്ളത് ഈ നമ്മൾ സാധാരണ കാണുന്ന കുരിശ് തന്നെ. ഇനിയുള്ളത് ടി ക്യാപിറ്റൽ ലെറ്റർ, നാവ് ക്രോസ്. പിന്നെയുള്ളത് എക്സ് ഷേപ്ഡ് ക്രോസ് ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും കുരിശ് തറയ്ക്കുന്നത്? രണ്ട് കാലും രണ്ട് കൈ, മനസ്സിലായല്ലോ? രണ്ട് കാലും എക്സ് ഷേപ്ഡ് ക്രോസ്. അന്ത്രോസ് ശ്ലീഹായെ അങ്ങനെയാണ് കുരിശ് തറച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആൻഡ്രൂസ് ക്രോസ് എന്നറിയപ്പെടുന്നുണ്ട്, ആൻഡ്രൂസ് ക്രോസ്. അപ്പോൾ കുരിശ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വണങ്ങുന്ന ഒരു കാര്യമാണെങ്കിലും അന്ന് അങ്ങനെയല്ല, കൊല്ലാനുള്ള ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്, കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ
ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദ്യങ്ങൾ. ഓക്കെ, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്. ഇനി ഈശോയുടെ ശരീരത്തിൽ ആണി അടിച്ചിട്ടുണ്ടാകാൻ സാധ്യത എവിടെയാണെന്നുള്ളതാണ്. സാധ്യത എവിടെയാണ് ആണി അടിച്ചിട്ടുണ്ടാകാൻ സാധ്യത? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് ഉള്ളം കൈയിലാണ്. അപ്പോൾ ഉള്ളം കൈയിൽ തറച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കീറിപ്പോരും എന്നുള്ളതിന് ഒരു സംശയമില്ല. ബോഡി വെയിറ്റ് താങ്ങില്ല, കീറിപ്പോരും. അതുകൊണ്ടാണ് ചില ചിത്രങ്ങൾ വരച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉള്ളം കൈയിൽ ആണി അടിച്ചിട്ട് ഇവിടെ കെട്ടി വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈ കെട്ടി വെച്ചിരിക്കുന്നത് ഊരിപ്പോരാതിരിക്കാൻ. പക്ഷെ കൂടുതൽ സാധ്യതയുള്ളത്, നിങ്ങൾ കൈ ഒന്ന് പിടിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ രണ്ട് എല്ലുകൾക്കിടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് തറച്ചിരുന്നതെന്നാണ് പറയുന്നത്. കുരിശി തറച്ചിരുന്ന ആളുകൾ ഇതിൻ്റെ എക്സ്പേർട്സ് ആണ്. അല്ലാതെ ആരെങ്കിലും 4 പടയാളിനെ വിളിച്ച് കുരിശി തറക്കിയെന്ന് പറയല്ല. ഇവരുടെ പരിപാടി ഇതാണ്. മനസ്സിലായല്ലോ? അപ്പം ഇന്നും ആരാച്ചാരന്മാർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമില്ലേ എന്ന് പറയുന്നത് പോലെ കുരിശി തറച്ചിരുന്ന ഒരു ടീം പടയാളികളുണ്ട്. അപ്പോൾ അവർ ഇത് പരിചയമുള്ള ആൾക്കാരാണ്. അവർക്കറിയാം എവിടെയാണ് അടിക്കേണ്ടതെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ ഈ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഈ സ്പേസിൽ ഈ ആണിക്കെടുക്കും, ഊരിപ്പോരുന്ന പ്രശ്നം ഇല്ല. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നാണ് പറയുന്നത്. ഇതിൽ ഞരമ്പുകളുടെ കൂടാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇതിൽ രണ്ട് റിസ്റ്റിൻ്റെ ഈ റിസ്റ്റിൽ ആണ് അടിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഊരിപ്പോരാതിരിക്കാനൊക്കെ ആയിട്ട് സാധ്യതയുള്ളത് അതാണെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഈ വീഡിയോയിൽ കാണിച്ച ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു എല്ലിൻ കഷ്ണം കിട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത്. ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിൽ ഇങ്ങനൊരു തെളിവായിട്ട് ഒരെണ്ണം കിട്ടി എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇവർ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു സാധ്യത, ഇതെല്ലാം സാധ്യത പറയാനേ പറ്റുള്ളൂ. ഈശോ കുരിശി തറച്ചു വന്നപ്പോൾ ആരും ഫോട്ടോ എടുത്തിട്ടില്ല, ആരും വീഡിയോ പിടിച്ചിട്ടില്ല, നമുക്കറിയാം. പക്ഷേ സാധ്യതയുള്ളത് ഇങ്ങനെയാണ്. റോമാക്കാരെന്നല്ല, പ്രേഷ്യക്കാരാണെങ്കിലും ആരാണെങ്കിലും ഇത് ചെയ്തിരുന്നവർ പലപ്പോഴും ചെയ്തിരുന്നത് ഇവർ കുരിശ് തറച്ചിട്ട് അങ്ങ് പോവും. ഓക്കെ, പലരും ജീവനോടെ ദിവസങ്ങളോളം കെടുക്കും. ചില കേസുകളിലൊക്കെ കഴുകന്മാർ വന്ന് കൊന്ന് ജീവനോടെ തിന്നും മനുഷ്യന്. അത്രയും ക്രൂരമായ ഒരു ശിക്ഷാരീതിയാണത്. മനസ്സിലായല്ലോ? കഴുകന്മാർ വന്ന് തിന്നുന്നു, ആരാ അത് ശ്രദ്ധിക്കുന്ന, ആരാ നോക്കുന്ന, ആരുമില്ല. പ്രത്യേകിച്ച് യുദ്ധ തടവുകാരൊക്കെ ആണെങ്കിൽ വേറൊരു രാജ്യത്തു നിന്ന് കൊണ്ടുവന്നവരാ അല്ലേ, അവരെടുത്ത് സംസ്കരിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അതങ്ങനെ ദിവസങ്ങളോളം കെടുക്കും, കഴുകന്മാർ തിന്നുപോവും. അങ്ങനെയൊക്കെയുള്ള രീതിയാണ്. അത്രയും ക്രൂരമായ ഒരു രീതിയാണ്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇനി നമുക്ക് ഈശോയുടെ കാര്യത്തിലേക്ക് വരാം. ഈശോ സാധാരണയിൽ കവിഞ്ഞ സ്പീഡിൽ മരിച്ചു ഈശോ. അത് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് മരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. മരിച്ചു കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ പീലാത്തോസിന് അത്ഭുതമായി. എന്താണ് ഈശോയുടെ കാര്യത്തിലുണ്ടായത്? വിചാരണയ്ക്ക് യഹൂദന്മാരുടെ വിചാരണ വേളയിൽ തന്നെ അവർ ഈശോയെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട്. ഉപദ്രവിച്ചിട്ടുണ്ട്, അടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് റോമാക്കാരുടെ അവിടെ എത്തിയപ്പോഴും പടയാളികൾ ഒരുപാട് അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈശോയുടെ തലയിൽ മുൾമുടി വെക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ടാബ്ലോയിൽ കാണിക്കണ പോലെ അല്ല മുൾമുടി വെക്കാട്ടാ. നമ്മളിങ്ങനെയാണ് ടാബ്ലോ കിരീടം വെക്കുന്ന പോലെ. അതല്ല സംഭവം. ഇടിച്ചിറക്കുകയാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, അവർ ഈശോയെ ചമ്മട്ടി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടാൽ മതി, കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. ചമ്മട്ടി എന്ന് പറയുന്ന ഒരു പിക്ചറാണ് കാണിച്ചത്, കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ലോഹക്കഷ്ണങ്ങളാണ് അറ്റത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം അടിച്ച് അത് വലിക്കുമ്പോൾ മാംസക്കഷ്ണമാണ് പറഞ്ഞു പോരുന്നത്. അല്ലാതെ നമ്മൾ ടാബ്ലോയിലും കാണിക്കുന്ന ചാട്ടവാറുകൊണ്ടുള്ള അടിയല്ലത്. മനസ്സിലായോ പറയുന്നത്? യെസ്. അപ്പം അതുകൊണ്ട് ചമ്മട്ടി അടിച്ച് ഈശോയുടെ രക്തം ഒരുപാട് വാർന്നു പോയിട്ടുണ്ട്. ഈശോ അവശനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അവശനായ ഈശോ ആണ് പിന്നെ കുരിശും ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ വീണിട്ടുള്ളതെല്ലാം മുഖം അടച്ചാണ് വീണിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ ചില സീനുകളൊക്കെ നമ്മൾ ചിലപ്പോൾ തല കുനിച്ചു പോകും അല്ലേ. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഭീകരമായി തോന്നും. അയ്യോ, എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും.
ഈ സിനിമ പിടിച്ച മെൽ ഗിബ്സണോട് ഈ ചോദ്യം BBC-കാർ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഈ പടം ചിത്രീകരിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു മെൽ ഗിബ്സൺ പറഞ്ഞു, സത്യത്തിൽ ഞാൻ അവതരിപ്പിച്ചതിനേക്കാൾ ഭീകരമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സത്യമാണത്. നിങ്ങൾ അതിൽ ഈശോയുടെ പടമൊക്കെ ഓർക്കുന്നില്ല? ഇവിടെയൊക്കെ കണ്ണൊക്കെ അല്ലേ നീര് വന്ന് വീർത്ത്, തലേദിവസം ഈശോയ്ക്ക് അല്പം പോലും ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പടയാളികൾ നിരന്തരം വന്ന ഉപദ്രവമായിരുന്നു അല്ലേ? ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ ഇത് ചുമന്നുകൊണ്ട് മുമ്പ് വീണ്ടും വീണ് ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. ബൈബിളിൽ അത് പറയുന്നുണ്ട്. വഴിയിൽ വെച്ച് തന്നെ അവൻ മരിച്ചു പോയേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ശിമയോനോട് താങ്ങാൻ പറയുന്നത്. അല്ലാതെ ഈശോയോട് സഹതാപം തോന്നിയിട്ടും സ്നേഹം തോന്നിയിട്ടും ഒന്നല്ല. ഇവനെ ജീവനോട് കുരിശ് തറയ്ക്കണം എങ്ങനെയെങ്കിലും. ആ ഒരു അവസ്ഥയിലാണ് ഈശോയെ കുരിശി തറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈശോ കുരിശി തറച്ച് ഈശോ മരിച്ചു. ആ സംഭവത്തെ ഡോക്ടേഴ്സ്, മെഡിക്കൽ എക്സ്പേർട്സ് അനലൈസ് ചെയ്യുന്നു. ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഡോക്ടേഴ്സ് അനലൈസ് ചെയ്യും അല്ലേ? ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അവർ പറയും നിങ്ങൾ ഹാർട്ട് അറ്റാക്കാണ്, അല്ലെങ്കിൽ ശ്വാസം മുട്ടിയുള്ള മരണമാണ്, അല്ലെങ്കിൽ വെള്ളം കുടിച്ചുള്ള മരണമാണ്, അങ്ങനെയൊക്കെ പറയില്ല ഡോക്ടേഴ്സ്. എന്ന് പറയുന്നത് പോലെ മെഡിക്കൽ എക്സ്പേർട്സിൻ്റെ സംഘം ഈശോയുടെ മരണത്തെക്കുറിച്ച് പഠിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. സാധ്യതകൾ പറയുന്നത്, ഒന്ന് ഈ പറഞ്ഞതുപോലെ രക്തം വാർന്നു തന്നെ മരിച്ചിട്ടുണ്ടാകുക എന്നതൊരു സാധ്യതയാണ്. മറ്റൊരു സാധ്യതയുള്ളത്, ഈ സുവിശേഷത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കൂടെ കുരിശിൽ തറച്ചിരുന്ന രണ്ടുപേരും മരിച്ചില്ല എന്നറിഞ്ഞപ്പോൾ എന്താ ചെയ്യണേ? കണങ്കാലുകൾ തകർത്തു. എന്തിനാണ് കണങ്കാല് തകർക്കുന്നത്? അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുരിശിൽ കയറണം. കുരിശിൽ കയറിയില്ലെങ്കിലും തൽക്കാലം നിന്നു നോക്ക്. ഇപ്പം വേണ്ട, പിന്നെ ചെയ്താൽ മതി. റൂമിൽ ചെന്നിട്ട് ഇവർക്കറിയാം. അപ്പൊ കൊല്ലാൻ വേണ്ടി ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? കാല് തകർത്താൽ മതി. കാല് തകർത്ത പിന്നെ ശ്വാസം എടുക്കാൻ പറ്റില്ല, മരിക്കും. അതിനാണ് ഈ കണങ്കാല് തകർക്കുന്നത്. മനസ്സിലായോ പറയുന്നത്? അപ്പോൾ സുവിശേഷത്തിൽ പറയുന്നത് സത്യമാണ്. അവരുടെ കണങ്കാലുകൾ തകർത്തു, പടയാളികൾ വന്ന് അടിച്ചിട്ടു, തീർന്നു. അപ്പോൾ ഒരു പക്ഷേ ഈശോയ്ക്ക് ശ്വാസം മുട്ടി, അതായത് ശ്വാസം എടുക്കാൻ പറ്റാതെ, അതൊക്കെ വളരെ ഇതായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ പിന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണുക എന്ന് ഞാൻ പറയും. അത് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, അതൊരു സാധ്യതയാണ്. ഒന്നുകിൽ ശ്വാസം മുട്ടി, അല്ലെങ്കിൽ രക്തം വാർന്നു പോയി. ഇനി ഒരു സാധ്യത കൂടെ അവർ പറയുന്നത്, ഒരു പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ എങ്ങാനും കാർഡിയാക് അറസ്റ്റ് അല്ലേ, ഹാർട്ട് ഫെയിലിയർ വന്നിട്ടുണ്ടാകാം, നമുക്കറിയില്ല. ഈ 3 സാധ്യതകളാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഒരുപാട് സഹിച്ചതിന് ശേഷമാണ് ഈശോ മരിച്ചത് എന്ന കാര്യം സത്യമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് അപമാനങ്ങൾക്ക് വിധേയനായിട്ടാണ് ഈശോ മരിച്ചത് എന്ന കാര്യം സത്യമാണ്. ഇനി ഈശോയെ കുരിശിൽ തറച്ചു കൊന്ന സ്ഥലത്തിന് പറയുന്ന പേര് നമുക്കറിയാം, ഗോൽഗോത്ത. ഗോൽഗോത്ത ഹീബ്രു വാക്കിൻ്റെ അർത്ഥം തലയോട്ടിടം എന്നാണ്. അതിന് അങ്ങനെ പേര് വരാൻ കാരണം ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, അകലെ നിന്ന് നോക്കുമ്പോൾ ഇതൊരു കുന്നിൻ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശമാണ്. അല്ലാതെ വലിയ എവറസ്റ്റ് കൊടുമുടി പോലെയൊന്നും അല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഹിമാലയം പർവ്വതം പോലെയൊന്നുമല്ല, ഉയർന്ന സ്ഥലം. ഓക്കെ, ഒരു കുന്നിൻ പ്രദേശമാണ്. ഇതിന് അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു തലയോട്ടിയുടെ ഷേപ്പ് ഉണ്ട് അകലെ നിന്ന് നോക്കുമ്പോൾ. ഓക്കെ, ഷേപ്പ്, അതുകൊണ്ടായിരിക്കാം പേര് വന്നത്. വിശുദ്ധ ജെറോം കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരാളെ, വിശുദ്ധ ജെറോം. ബൈബിൾ തർജ്ജമ ചെയ്തു ലത്തീനിലേക്ക്. വുൾഗാത്ത, അതന്നെ വുൾഗാത്ത, ലാറ്റിൻ വൾഗേറ്റ്, വുൾഗാത്ത. അത് തർജ്ജമ ചെയ്തപ്പോൾ ഈ ഗൊൽഗോത്ത എന്ന വാക്കിനെ അദ്ദേഹം തർജ്ജമ ചെയ്തത് കൽവാരിയ എന്നാണ്. ലാറ്റിനിൽ കൽവാരിയ, അതാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ കാൽവരി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഗാഗുൽത്ത എന്ന് പറയുന്നതും
കാൽവരി എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. രണ്ടും രണ്ട് ഭാഷയാണെന്നർത്ഥം. ഗാഗുൽത്ത ഹീബ്രു ഒറിജിനാണ്, കാൽവരി ലാറ്റിൻ ഒറിജിനാണ്. മനസ്സിലായല്ലോ? സംഭവം ഒന്ന് തന്നെയാണ്, രണ്ട് ഭാഷയുടെ ഒറിജിനാണെന്ന് മാത്രം. ഇത് രണ്ടും വെച്ച് നമുക്ക് പാട്ടുകളുണ്ട് അല്ലേ? ഗാഗുൽത്ത വെച്ചും കാൽവരി വെച്ചും നമുക്ക് പാട്ടുകളുണ്ട്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഗാഗുൽത്ത ധ്യാന കേന്ദ്രമുണ്ട്, കാൽവരി ആശ്രമമുണ്ട് അല്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈശോയെ കുരിശ് തറച്ചു കൊന്ന സ്ഥലം ഗാഗുൽത്ത. ഇത് വലിയൊരു മലയല്ല, ഉയർന്ന കുന്നിൻ പ്രദേശമാണ്. ഇത്രയാണ് ചരിത്രപരമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ചോദിക്കാം. ചരിത്രം അതെല്ലാം ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയെല്ലാം നോവലുകളും സിനിമകളുമാണ് പറയുന്നത്. അതെല്ലാം ഫിക്ഷനാണ്, ഒന്നും ചരിത്ര വസ്തുതകളല്ല. അതെല്ലാം ഈ ഇത് എഴുതുന്നവരുടെ ഭാവനയനുസരിച്ച് പറയാണ്. ബറാബാസിന് വേണ്ടിയായിരുന്നു, പിന്നെ കുരിശ് പണിയുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട് നമുക്ക്. പക്ഷെ ഇതൊന്നും ചരിത്രമല്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭാവനയാണ്. ഓക്കെ, ഭാവനയാണ്. ഹെലേന രാജ്ഞി, അതായത് നമ്മുടെ ചരിത്രം അവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്കറിയാം 313 വരെ പീഡിപ്പിക്കപ്പെട്ട ജനതയായിരുന്നു നമ്മൾ. 313 ഈഡിക്റ്റ് ഓഫ് മിലാൻ അല്ലേ? മിലാൻ വിളംബരം വഴിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ, പീഡിപ്പിച്ച ചക്രവർത്തി തന്നെ മാനസാന്തരപ്പെട്ടു. ഓക്കെ, അങ്ങനെ റോമിൻ്റെ ഔദ്യോഗിക മതമായി എന്ത്? ക്രിസ്തു മതം. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും ഹെലേന രാജ്ഞിയും ക്രിസ്ത്യാനികളായി. അവർ ആദ്യം ചെയ്ത കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിശുദ്ധ സ്ഥലങ്ങളെല്ലാം സംരക്ഷിക്കാൻ തുടങ്ങി, പള്ളികൾ പണിയാൻ തുടങ്ങി. അപ്പോൾ ഈശോയെ കുരിശ് തറച്ച കുരിശ് കണ്ടെടുക്കാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു. അതിൻ്റെ പുറകിൽ അത്ഭുതമൊക്കെ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3 കുരിശുകൾ കണ്ടെത്തിയപ്പോൾ ഈശോയോട് തിരിച്ചറിയാൻ വേണ്ടി സ്പർശിച്ചപ്പോൾ അത്ഭുതം നടന്നു. അങ്ങനെ അത് തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ദേവാലയങ്ങൾ പണിയാൻ ആദ്യമായിട്ട് നേതൃത്വം കൊടുത്തത് ഹെലേന രാജ്ഞിയാണ്. വിശുദ്ധ ഹെലേനയാണ് കോൺസ്റ്റന്റൈൻ്റെ അമ്മ. ഹെലേനയാണ്. അല്ല, ആ കുരിശ് എങ്ങനെയുള്ള കുരിശാണെന്ന് പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആ കുരിശിൻ്റെ മുഴുവൻ കുരിശും ആകണമെന്നില്ല. അത് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ അവശിഷ്ടമാണല്ലോ കിട്ടുന്നത് അല്ലേ? ഇത്രയും നൂറ്റാണ്ടുകൾക്ക് ശേഷമല്ലേ കുഴിച്ചെടുക്കുന്നത്. പക്ഷേ ആ അവശിഷ്ടങ്ങളെല്ലാം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശം റോമിലെ ഒരു പള്ളിയിൽ ഇരിപ്പുണ്ട്. സാന്താ ക്രോച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം എന്നാണ് അതറിയപ്പെടുന്നത്. അതൊരു ചെറിയ അംശങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. അതുപോലെ തന്നെ ഈശോയുടെ ഇതുപോലെ മുൾമുടിയും കണ്ടെടുക്കപ്പെട്ടിരുന്ന ഇതെല്ലാം തിരിശേഷിപ്പുകളായിട്ട് ഇന്ന്, അതുപോലെ ആണി ഒക്കെ തിരിശേഷിപ്പുകളായിട്ട് പല പള്ളികളിലായിട്ട് ഇരിപ്പുണ്ട്. അത് എന്തുമാത്രം അത് ആധികാരികമാണെന്ന് നമുക്ക് തെളിയിക്കുക അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ചോദിച്ചോ? അതെ, പഞ്ചക്ഷതം എന്ന് പറയുന്നത് പല രീതികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നത് നല്ലതാണ്. ചിലർക്ക് ഈ പറയുന്നത് പോലെ കൈയിൻ്റെ ഉൾഭാഗത്ത് തന്നെ വന്നിട്ടുള്ളവരുണ്ട്, ഉള്ളിൽ തന്നെ. കൂടുതലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എക്സെപ്ഷനലി അങ്ങനെ കൃത്യം 5 മുറിവില്ലാത്ത പഞ്ചക്ഷതം അതിനെ വിളിക്കാൻ പറ്റില്ല, ക്ഷതങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്. അതെല്ലാം ഒരേ പാറ്റേണിൽ വന്നിട്ടുള്ളതല്ല, എല്ലാവർക്കും ഒരേ പാറ്റേണിലല്ല വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഈശോയുടെ കുരിശി തറച്ചതിൻ്റെ തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഈശോയുടെ പീഡാസഹനങ്ങളിൽ പങ്കാളിയാകാൻ ദൈവം ചിലരെ പ്രത്യേകം അനുവദിക്കുന്നു എന്ന അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാം. അല്ലാതെ കുരിശി തറച്ചത് എവിടെയാണെന്നുള്ളതിൻ്റെ തെളിവായിട്ട് അതിനെടുക്കുന്നത് സാധ്യത അത് ഒരു നല്ല ഒരു യുക്തിയല്ല. ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ, അതാണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു സാധാരണ മരണം ചോദിക്കാം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ ഇത് നിരോധിക്കപ്പെടുകയാണ്, കുരിശുമരണമൊക്കെ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് അത് നിരോധിച്ചിട്ടുണ്ട്.
പിന്നീട് അങ്ങനെ ഒരു ശിക്ഷാരീതി ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഐസിസ് തീവ്രവാദികൾ ക്രിസ്ത്യാനികളെ പലരെയും കുരിശി തറച്ചാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അറിയില്ലേ? സിറിയയിലെയും ഇറാഖിലെയും ക്രിസ്ത്യാനികളെ പലരെയും ഐസിസ് തീവ്രവാദികൾ കുരിശിൽ തറച്ചാണ് കൊന്നത്. സത്യം. ഇന്ന് അത് നടപ്പാക്കിയ ആൾക്കാരാണ് ഈ തീവ്രവാദികൾ, ഐസിസുകാർ. ക്ലിയർ ആയില്ല കേട്ടോ? കുരിശിനെ സഭയുടെ ആരംഭകാലം മുതൽ തന്നെ വണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കുരിശ് മുദ്ര ആരംഭകാലം മുതൽ തന്നെ. കാരണം പിന്നെ നമ്മുടെ വിശ്വാസം എന്താണ്? ഈ കുരിശുമരണത്തെ വെറുതെ ഒരു മരണമായിട്ടാണോ നമ്മൾ കാണുന്നത്? കൊലപാതകമായിട്ടാണ് കാണുന്നത്? അല്ല. അതാണ് പൗലോസ്ലീഹ പ്രസംഗിക്കാൻ തുടങ്ങിയ കാര്യം. എന്താണ് പൗലോസ്ലീഹ പറഞ്ഞു? ക്രൂശിതനായ മിശിഹായെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്, വിജാതിയർക്ക് ദോഷത്വവും യഹൂദർക്ക് ഇടർച്ചയുമായ ക്രൂശിതനായ മിശിഹായാണ്. അപ്പം സഭയുടെ ആരംഭകാലം മുതൽ തന്നെ കുരിശിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുരിശടയാളമാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുരിശടയാളം. ഓക്കെ. കുരിശ് കണ്ടെടുക്കപ്പെടുന്നത് ഹെലേന രാജ്ഞിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ കുരിശിനെ വണങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അല്പം ഭാവന ഉപയോഗിക്കണം. പള്ളികളില്ല അല്ലേ? ആദ്യ നൂറ്റാണ്ടുകളിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. വീടുകളിലാണ് ഒരുമിച്ച് കൂടിയിരുന്നത്. ക്രിസ്ത്യാനിയാണെന്ന് പോലും പരസ്പരം അറിയിക്കുന്നത് കോഡ് ഭാഷ വെച്ചിട്ടാണ്. പറഞ്ഞാൽ ജയിലിൽ പോവും. അതായിരുന്നു അവസ്ഥ. സമാനമായ സാഹചര്യങ്ങൾ ഇന്ന് പല നാട്ടിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആദിമസഭയുടെ സാഹചര്യം ഇന്ന് പല നാട്ടിലുണ്ട്. ക്രിസ്ത്യാനി എന്നറിയപ്പെടാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും പല രാജ്യങ്ങളിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അണ്ടർഗ്രൗണ്ട് ചർച്ചസ് നമ്മൾ പറയുന്ന സംഭവം പുറത്തേക്ക് വരുന്നില്ല. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ മരണം, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ് കേട്ടോ. നമ്മൾ വിശ്വസിക്കുന്ന കാര്യം ഒന്ന്, ഈശോയുടെ മരണം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നേരത്തെ ഒരു സഹോദരിയോട് അത് പറഞ്ഞു. ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഈശോയുടെ മരണം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. രണ്ട്, ഈശോയുടെ മരണം വിശുദ്ധ ലിഖിതങ്ങളുടെ, സ്ക്രിപ്റ്റേഴ്സ്, തിരുലിഖിതങ്ങളുടെ പൂർത്തീകരണമാണ്. ഈശോയുടെ മരണം തിരുലിഖിതങ്ങളുടെ പൂർത്തീകരണമാണ്. മൂന്ന്, ഈശോ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഈശോ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ഈശോ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. നാല്, ഈശോയുടെ മരണം ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഈശോയുടെ മരണം ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. യോഹന്നാൻ 3:16 അല്ലേ? തൻ്റെ ഏകജാതനെ നല്ല കവിതം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 5, ഈശോയുടെ മരണം ഈശോയുടെ സ്വതന്ത്ര സമർപ്പണമായിരുന്നു. ഫ്രീ ഓഫറിങ്. ഈശോയുടെ സ്വതന്ത്ര സമർപ്പണം. പാവ ഈശോ ഗതികേടുകൊണ്ട് മരിച്ചു എന്ന രീതിയിൽ ചിന്തിക്കരുത്. ഈശോ സ്വയം സമർപ്പിച്ചതാണ്. ഈശോ സ്വയം സമർപ്പിച്ചതാണ്. സ്വയം സമർപ്പിച്ചതാണ്. ഓക്കെ. അതിൻ്റെ സൂചനകൾ സുവിശേഷങ്ങളിലുണ്ട്. ഈശോയെ പിടിക്കാൻ വന്നപ്പോൾ അല്ലേ, ഒരു നിമിഷ നേരത്തേക്ക് ഈശോ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് സത്യത്തിൽ അല്ലേ. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രായനായ ഈശോയാണ്. അത് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കെട്ടിമറിഞ്ഞ് വീണു അല്ലേ. അപ്പോൾ ഈശോ പിടികൊടുത്തില്ലെങ്കിൽ, സ്വയം സമർപ്പിച്ചില്ലെങ്കിൽ അവർക്കൊന്നും എല്ലാവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സൂചനകൾ സുവിശേഷത്തിൽ തന്നെയുണ്ട്. സോ ഈശോയുടെ മരണം സ്വതന്ത്ര സമർപ്പണമാണ്. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈശോയുടെ മരണം ബലിയർപ്പണമാണ്. ബലിയർപ്പണമാണ്. ഈശോയുടെ മരണം ബലിയർപ്പണമാണ്. ഈശോയുടെ മരണം ബലിയർപ്പണമാണ്. ഈശോയുടെ മരണം ബലിയർപ്പണമാണ്.
ബലിയർപ്പണം. ഈശോയുടെ മരണം ബലിയർപ്പണമായതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത്? കുർബാന ബലിയർപ്പണമാണെന്നും പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈശോയുടെ മൃതസംസ്കാരത്തെക്കുറിച്ചാണ്. 2 വാക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനാണ്. ഓക്കെ, 2 വാക്ക് ഈശോയുടെ മൃതസംസ്കാരത്തെക്കുറിച്ച്. ഈശോ മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്താൻ പടയാളി കുന്തം കൊണ്ട് ഒരു കുത്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പ് വരുത്തി മരിച്ചു എന്ന്. എന്നിട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ അതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഖുർആനിൽ പറയുന്നതനുസരിച്ച്, ഇസ്ലാം മതവിശ്വാസികൾ പഠിപ്പിക്കുന്നതനുസരിച്ച് ഈശോ കുരിശിൽ മരിച്ചിട്ടില്ല, ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അത് വിശുദ്ധ ഗ്രന്ഥത്തിന് നിരക്കാത്തതാണ്. മരിച്ചു എന്ന കാര്യം ഉറപ്പാണ്. പണ്ടേ മരിച്ചതാണ്, പിന്നെ ഉറപ്പും കൂടെ വരുത്തുന്നുണ്ട്, ഒരു കുത്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഞാൻ ഈ ഈശോയുടെ കല്ലറയുടെ ഒക്കെ ചില ഫോട്ടോസ് ഒന്ന് കാണിക്കാം. സഹോദരൻ ഇതൊന്ന് ഓൺ ചെയ്തോ അത് ജസ്റ്റ് 1-2 ഫോട്ടോസ് കാണിക്കാം. അപ്പം എങ്ങനെയാണ് യഹൂദരെ മൃതസംസ്കാര ശുശ്രൂഷ നടത്തിയിരുന്നതെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. എങ്ങനെയാണ് മൃതസംസ്കാര ശുശ്രൂഷ നടത്തിയിരുന്നത് ആ കാലഘട്ടങ്ങളിൽ? സാധാരണ മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യരാണെങ്കിൽ നമ്മളെ പോലെ മണ്ണിലാണ് അടക്കിയിരുന്നത്. മനസ്സിലായല്ലോ? പൈസ ഇല്ലാത്തവർ. ഈശോയ്ക്ക് അതുപോലെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശോയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാർ പൈസക്കാരായിരുന്നു, ധനികരായിരുന്നു. അരമത്തിയക്കാരൻ ജോസഫും നിക്കോദോമസും 2 പേരും പണക്കാരാണ്. അതുകൊണ്ട് അവർ ഈശോയുടെ മൃതസംസ്കാരം നടത്തിയത് എവിടെയാണ്? പാറയിൽ കൊത്തിയെടുത്ത കല്ലറയിലാണ്. പാറയിൽ കൊത്തിയെടുത്ത കല്ലറയിലാണ് മൃതസംസ്കാരം നടത്തിയത്. ഓക്കെ, ഇത് വെറുതെ ഒരു ഫോട്ടോ ആണ്. ഞാൻ കല്ലറയുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. ക്ലിയർ ആണ്? അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഒരു ഗുഹ പോലെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാവുന്ന സംഭവമാണ്, അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് കാണട്ടെ, ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് കച്ച കൊണ്ട് പൊതിയുന്നത്. താഴെ കണ്ട പിക്ചർ കാണുന്നില്ലേ? കച്ച കൊണ്ട് പൊതിയുന്നത് കണ്ടില്ലേ? കണ്ടോ? കണ്ടു. ഇങ്ങനെയാണ് പൊതിയുന്നത് ഒരാളുടെ ശരീരം. ഓക്കെ, സുഗന്ധദ്രവ്യങ്ങൾ പൂശിയതിന് ശേഷം, സുഗന്ധദ്രവ്യങ്ങളിൽ ലേപനം ചെയ്തതിന് ശേഷം. കൈയും കാലും ബന്ധിച്ചിട്ടില്ല, ചേർത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. ചേർത്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇത് ടൂറിനിലെ തിരിക്കച്ചയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ പടം കാണിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണ്? യെസ് യെസ് യെസ്. ഇതാണ് അകലെ നിന്നുള്ള ഒരു വ്യൂ. കണ്ടോ? ഇത് ശരിക്കും ഒരാൾക്ക് നടന്ന് കയറാവുന്നതാണ്. ഒന്ന് കുനിഞ്ഞ് കയറാം അകത്തേക്ക്. നിങ്ങൾ ഹോളി ലാൻഡ് പോകുമ്പോൾ അവർ ഇതുപോലൊരു കല്ലറയിൽ നമ്മൾ കയറ്റും. നിങ്ങൾ പോയവർ കയറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നടന്ന് കാണാം. കല്ലറ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നമ്മൾ ഇന്ന് കല്ലറ എന്ന് വിചാരിക്കണമല്ലോ, വിചാരിക്കാതിരിക്കാനാണ് ഞാൻ ഈ പടം കാണിക്കുന്നത്. കണ്ടോ? കണ്ടില്ലേ? കല്ല് കണ്ടില്ലേ ഉരുട്ടി മാറ്റുന്നത്? ഇതാണ് സംഭവം. ഇതുകൊണ്ട് അടയ്ക്കാണ്. അപ്പം അതാണ് സ്ത്രീകൾ കല്ലറയിലേക്ക് വന്നപ്പോൾ പരസ്പരം പറഞ്ഞത്, ഈ കല്ല് ആരാ മാറ്റിത്തരിക? കാരണം എളുപ്പമല്ല, അവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ വന്നപ്പോഴുണ്ട് കല്ലൊക്കെ ഉരുട്ടി മാറ്റിയിട്ടുണ്ട്. വേഗം ഓടി അകത്തേക്ക് കയറുകയാണ്. മനസ്സിലായല്ലോ? അകത്ത് കയറിയപ്പോൾ ബോഡി ഇല്ല. ക്ലിയർ ആണ്? കണ്ടല്ലോ? യെസ്. ഇതാണ് കല്ലറകളുടെ ഒരു മോഡലൊന്ന് നിങ്ങളെന്ന് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈശോയെ അടക്കി അതിനുശേഷം സംഭവിച്ച കാര്യം നിങ്ങൾക്കറിയാം. എന്താണ്? കല്ലറ ഈശോയുടെ ശരീരം പൊതിഞ്ഞ തുണിയിൽ, ഓക്കെ, ഈശോയുടെ ശരീരം പൊതിഞ്ഞ തുണിയിൽ ഈശോയുടെ ചിത്രം പതിഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനെക്കുറിച്ച്? ടൂറിനിലെ തിരിക്കച്ച. ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം കൂടെ കൊണ്ടുവന്നില്ലേ, ഈശോയുടെ ഉത്ഥാനം എന്ന് പറഞ്ഞ പുസ്തകം. അതിലൊരു ചാപ്റ്റർ ടൂറിനിലെ തിരിക്കച്ചയെക്കുറിച്ചൊരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ വായിച്ചാൽ മതി നിങ്ങൾ. അതിൻ്റെ മുഴുവൻ ചരിത്രവും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ചുരുക്കി ഒന്നും ഇവിടെ പറയുന്നുണ്ട്, ചുരുക്കി പറയാണ്. അപ്പോൾ ഈ കല്ലറയിൽ ഇത് പൊതിഞ്ഞു. കല്ലറയിൽ പൊതിഞ്ഞ് ഈശോയുടെ മൃതശരീരം പൊതിഞ്ഞതിന് ശേഷം ഇതിൽ ഈ കച്ച, ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കച്ച അവിടെ ഉണ്ട് അല്ലേ? ഈ കച്ച ആദ്യം ജെറുസലമിലും പിന്നീട് അവിടെ നിന്ന് എദേസ എന്നൊക്കെ പറയുന്ന ഇന്നത്തെ ഇറാഖ്, ഇറാനാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ അന്ന് അതൊക്കെ ക്രിസ്ത്യൻ
കേന്ദ്രങ്ങളാണെന്ന് ഓർത്തേക്കണം. ക്രിസ്ത്യൻ കേന്ദ്രങ്ങളാണ്, എല്ലാം ക്രിസ്ത്യൻ കേന്ദ്രങ്ങളാണ്. ഓക്കെ, ക്രിസ്ത്യൻ കേന്ദ്രങ്ങൾ എല്ലാം മുസ്ലിം ഇസ്ലാം അധിനിവേശം കൊണ്ട് ഒക്കെ പോയതാണ്. കൊന്നുകളയാണ് സത്യത്തിൽ സംഭവിക്കുന്നത്, കൊന്നൊടുക്കുകയാണ്. ഇപ്പോൾ നൈജീരിയയിൽ തുടങ്ങിയിട്ടുണ്ട് അവർ. വായിക്കുന്നില്ലേ നിങ്ങൾ? വിശേഷങ്ങളൊക്കെ അറിയുന്നില്ലേ? ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലുകയാണ്, അങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്. ഓക്കെ, വളരെ ക്രൂരമായ രീതികളാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈശോയുടെ ആ ഇമേജ് ഒന്ന്, ഇത് ഇന്ന് മോഡേൺ ടെക്നോളജി വെച്ച് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൊരു പിക്ചറാണ്. മനസ്സിലായല്ലോ? ഇതാണ് കച്ച മീത കാണുന്നത്, കണ്ടില്ലേ? ഓക്കെ, കച്ചയുടെ പിക്ചർ ഇനിയും കാണാട്ടെ. ഞാൻ ജസ്റ്റ് ആ ഇമേജ് ഒന്ന് നിങ്ങളെ കാണിക്കാനാണ്. ഇന്ന് മോഡേൺ ടെക്നോളജി വെച്ച് ഇങ്ങനെ ആയിരിക്കും, കണ്ടാ? ഈ ഇമേജിൽ നിന്ന് രൂപം സൃഷ്ടിച്ചെടുക്കുകയാണ് മോഡേൺ ടെക്നോളജി വെച്ച്. മനസ്സിലായോ? പതിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ള രൂപം. ഓക്കെ, ഇങ്ങനെ പതിഞ്ഞിട്ടില്ല കച്ചയിൽ കേട്ടാ. കച്ചയിൽ പതിഞ്ഞ് ഞാൻ കാണിക്കാം. ഇത് മോഡേൺ ടെക്നോളജി വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, കണ്ടില്ലേ മുഴുവൻ രൂപം ഇങ്ങനെ? ഓക്കെ, ഇതാ ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കണം. ഇത് മോഡേൺ ടെക്നോളജി വെച്ച് അവർ ഡെവലപ്പ് ചെയ്തെടുത്താണ്. യെസ്. അപ്പോൾ ടൂറിനിലെ തിരിക്കച്ചയെ കുറിച്ചുള്ള അതിൽ പതിഞ്ഞ മുഖം എങ്ങനെയാണ്? മുഖം മാത്രം. ഇത് പടമായിട്ട് അടിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ ഈ പടം? പോസ്റ്റ് കാർഡ് സൈസിൽ പടമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ? യെസ്, ഇതാണ് കച്ച. കച്ചയിൽ പതിഞ്ഞ രൂപം. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് സെൻറ്ററിലേക്കാണ്, സെൻറ്റർ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. ഓക്കെ, ഇത് കാണുന്നത് എന്താണെന്നറിയോ? ഇത് രൂപമല്ല, ഇത് കച്ച മടക്കിയപ്പോൾ വന്ന ചുളിവാണ്. ഇത് കണ്ട, ഇത് സോറി, ഇത് കാണുന്നില്ലേ സൈഡിൽ? അതിലേക്ക് നോട്ടം പോകരുത്. സെൻറ്ററിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആളെ കാണാം. കണ്ടില്ലേ? കണ്ടല്ലോ അല്ലേ? യെസ്, ഇങ്ങനെ ഒരു രൂപം പതിഞ്ഞിട്ടുണ്ട് കച്ചയിൽ. 10 വർഷം കൂടുമ്പോൾ ടൂറിനിൽ ഇത് പ്രദർശനത്തിന് വയ്ക്കും. ഞാൻ റോമിൽ പഠിച്ചിരുന്ന സമയത്ത് 2000-2004 ഞാൻ റോമിലുണ്ടായിരുന്നത്. 2000 ജൂബിലി വർഷം പ്രമാണിച്ച് ഇത് പ്രദർശനത്തിന് വെച്ചിരുന്ന് ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ഇത്രയും അകലെന്ന് നമുക്ക് കാണാം, ഇങ്ങനെ പാസ് ചെയ്ത് പോവും, കണ്ടു പോവും. ഇതെല്ലാം കച്ച തന്നെയാണ്. ഓക്കെ, 2 ടൈപ്പ് ഫോട്ടോസ് കണ്ടില്ലേ? കണ്ടോ? ഇതാണ് എക്സ്പോസിഷൻ. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടുപോവാം. കണ്ടോ? വലിയ പ്രൊട്ടക്ഷനോട് കൂടിയാണ്, തൊടാനൊന്നും പറ്റില്ല, കണ്ടിങ്ങനെ പോവാം. ഓക്കെ, അങ്ങനെ 10 വർഷം കൂടുമ്പോൾ അത് എക്സ്പോസിഷൻ വയ്ക്കും. ഓക്കെ, ഇനി ഇതിൽ പതിഞ്ഞ രൂപത്തെക്കുറിച്ച് ഇതിൻ്റെ ഹിസ്റ്ററി ഞാനൊന്ന് പറയാം. ജസ്റ്റ് ഒന്ന് പറയാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത് 1898 ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫറാണ് എടുത്തത്. സെക്കോന്തോ പിയ എന്ന് പറയുന്ന മനുഷ്യനാണ് ഫോട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ ഫോട്ടോ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറയുടെ ഇത് വെച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, ഇപ്പം നമുക്ക് ഡിജിറ്റൽ ക്യാമറയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? ഫിലിമിൽ പകർത്താണ്. ഓർക്കുന്നില്ലേ അത്? അപ്പോൾ ഫിലിമിൽ ആദ്യം പതിയുന്നത് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. നമ്മുടെയൊക്കെ നെഗറ്റീവ് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മളൊരു സാധനം ഫോട്ടോ എടുക്കുമ്പോൾ നെഗറ്റീവാണ് കിട്ടേണ്ടത്. 1898 ഡിജിറ്റൽ ക്യാമറയൊന്നുമില്ല, ഫിലിമിലാണ് എടുത്തത്. പക്ഷേ ഈ സാധനം ഫോട്ടോ എടുത്തപ്പോൾ പതിഞ്ഞത് നെഗറ്റീവല്ല, പോസിറ്റീവാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി ഈ തുണിയിൽ നെഗറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ തുണിയിൽ ഇത് പതിഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ആശയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു കാര്യം പറയാനുള്ളത്. ആദ്യത്തെ കാര്യം, സെക്കോന്തോ പിയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇത് ഫോട്ടോ എടുത്തപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ്. അപ്പോൾ അയാൾ പോലും അത്ഭുതപ്പെട്ടു പോയത് ഇങ്ങനെ ഒരു സംഭവം എന്താണ്. ഓക്കെ, ഇമേജ് യെസ്, ഇമേജ് ഓൺ ദ ഷൗഡ്. അതാണ് ഒരു കാര്യം. പിന്നെ ഇനി ഈ ഇമേജിലുള്ള ആളിനെ കുറിച്ചുള്ള പഠനം നടത്തിയതനുസരിച്ച് ഏതാണ്ട് 6 അടിയോളം ഉയരം, താടിയുണ്ട്,
ചമ്മട്ടി അടിയേറ്റ് ഒരുപാട് മുറിവേൽപ്പിക്കപ്പെട്ട ശരീരമാണ്. ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട്. എവിടെയുണ്ട്? റിസ്റ്റിൽ. ഓക്കെ, റിസ്റ്റിലാണ്, കൈപ്പത്തിയിലല്ല, റിസ്റ്റിലാണ് ബ്ലഡ് സ്റ്റെയിൻസ്. ഫീറ്റ്. ഓക്കെ, പിന്നെ തലയിൽ എന്താ കാരണം? മുൾമുടി. ആൻഡ് ദ ലെഫ്റ്റ് തൊറാസിക് ഏരിയ കുന്തം കൊണ്ട് കുത്തിയത്. ഓക്കെ, അവിടെയൊക്കെ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്ര പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് പറയുന്ന കാര്യമല്ല, അത് നമ്മൾ ഇഷ്ടമുള്ള പോലെ പറയുന്നതല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഒരു ആണിൻ്റെയാണ്. പിന്നെ മുഖത്ത് അടി കിട്ടിയിട്ടുണ്ട്. സ്വെല്ലിങ് അണ്ടർ ദ ഐ, നീര് വെച്ചിട്ടുണ്ട് കണ്ണിന് താഴെ. ഇതൊക്കെ ശാസ്ത്ര പരീക്ഷണങ്ങൾ കൊണ്ട് തെളിവായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് മാർപ്പാപ്പന്മാരുടെ അഭിപ്രായമാണ്. ഓക്കെ, ക്ലിയർ ആണ്? യെസ്. അപ്പോൾ ടൂറിനിലെ തിരിക്കച്ചയെക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത് ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ചയാണെന്ന് തന്നെയാണ്. ബ്ലഡ് കണ്ടെത്തിയിട്ടുണ്ട്. എ ബി പോസിറ്റീവ് ആണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്. നമുക്ക് എപ്പോഴാണ് സപ്പർ? 8:30 പറഞ്ഞോ? അപ്പം അങ്ങനെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. നിങ്ങൾ 6 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതല്ലേ? അതെ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റോ, എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ വന്നാൽ മതി.